ഇത് കണ്ടില്ലേ ജനം ഇതിൻ്റെ പിന്നിൽ വളരെ സന്തോഷകരമായ ഒരു നിമിഷമല്ലേ. ജനാധിപത്യ മുന്നണിയുടെ വളരെ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു പ്രകടനമാണ് നടക്കാൻ പോകുന്നത്. ഒരു കലാശക്കൊണ്ടുണ്ട്. ഒന്നും ബാധിക്കില്ല. ഏറ്റവും നന്നായി കുറഞ്ഞ ദിവസമാണെങ്കിൽ ഏറ്റവും നല്ല എല്ലാവരെയും കാണാനും എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായി നടത്താനും കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും നല്ല ഭൂരിപക്ഷമുണ്ട്. കണക്ക് ഞാൻ പറയുന്നില്ല, ഏറ്റവും നല്ല ഭൂരിപക്ഷമുണ്ട്. അല്ല, ആവശ്യം ജനങ്ങൾക്ക് മണ്ഡലത്തിൽ ആവശ്യമുള്ള ഒരുപാടേറെ കളികളുണ്ട്. അത് ഞങ്ങൾ നടത്തും. ജനാധിപത്യ മുന്നണി വരും. വിജയിച്ചു വരികയാണെങ്കിൽ എന്താണ് ഈ മണ്ഡലത്തിനായി പുതുതായിട്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ആയുർവേദ സർവകലാശാലയുണ്ട്, ആർട്സ് ആൻഡ് സയൻസ് കോളേജുണ്ട്, ടൂറിസം പ്രോഗ്രാമുണ്ട്, വളാഞ്ചേരി ഫയർ സ്റ്റേഷനുണ്ട്, പുത്തൂർ ചനക്കൽ ബൈപ്പാസ് ഉണ്ട്. അങ്ങനെ ഒരുപാടേറെ പദ്ധതികൾ. പക്ഷേ ഇതാ കണ്ടില്ലേ, ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ ജപ്പിനെതിരെ പിറകിൽ നിൽക്കുന്നു. ഏറ്റവും നല്ല ആവേശത്തോടു കൂടിയല്ലേ ജനങ്ങൾ. പിന്നെ വിജയമല്ല, ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. പ്രതിദാനാവകാശം നിലപാടിന്റെയും നിലനിൽപ്പിന്റെയും വികസനത്തിന്റെയും സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതമൈത്രിയുടെയും അടയാളമായ കോണിയിൽ പട്ടണമർത്തി രേഖപ്പെടുത്തി കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിലേക്ക് ഈ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ നീലിമയെ തെരഞ്ഞെടുക്കാനയിക്കണമേ എന്ന് സ്നേഹമുള്ള വോട്ടർമാരെ നിങ്ങളോട് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നിൽക്കുന്ന ആളുകളോടാണ് പറയുന്നത്, വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ എല്ലാവരും ബാനറിന്റെ പിന്നിൽ അണിനിരക്കണമെന്ന് UDFന്റെ കോട്ടക്കൽ മുനിസിപ്പൽ കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കുകയാണ്.
സംസാരിക്കുന്നു സ്നേഹത്തോടെ സകാരം സമിതിക്ക് വേണ്ടി. ഇതൊരാഘോഷമല്ല, ഇതൊരാത്മസമർപ്പണത്തിന്റെ, ഇത് തികഞ്ഞ ഒരു വിശ്വാസത്തിന്റെ. ഈ 9-ാം തീയതി മറ്റന്നാൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ പൂർണ്ണമായ വിജയം സാക്ഷ്യപ്പെടുത്തുന്നു എന്ന തെളിവാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നിനു വേണ്ടി മാത്രമാണ് ഈ കേരളത്തിൽ ദുർഭരണം നടത്തി ഇടതുപക്ഷ ജനാധിപത്യ വേദിയെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയാണ് എന്ന ബോധ്യം നമുക്കുണ്ട്. ആ പ്രതിജ്ഞാബദ്ധമായ മനസ്സുകളോടുകൂടി ഈ വരുന്ന മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് ചെന്ന് കോണിയടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ആദരണീയരായ സാദിഖ് അലി ശിഹാബ് തങ്ങളും ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും കാണിച്ചു തരുന്ന ആ വഴികളിലൂടെ ഈ നാടിന്റെ ലക്ഷ്യങ്ങളോ, ഈ നാട്ടുകാരുടെ ലക്ഷ്യങ്ങളോ, ഈ നാടിന്റെ വികസനത്തിന് മുന്നോട്ട് പോകാൻ കരുത്ത് പകരുന്നതിന് വേണ്ടി ഇവിടെ പരന്നു കിടക്കുന്ന ഈ പാരാവാരം പരന്നു കിടക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളോടുള്ള ഗൈതവമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് 9-ാം തീയതി പോളിംഗ് ബൂത്തിൽ പോയി കോടിയടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് വിനീതരായ എന്നെ നല്ല ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കുക എന്ന് മാത്രം അപേക്ഷിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്താൽ നിങ്ങൾ അതിന്റെ പേരിൽ ഒരാളുടെ മുമ്പിലും തലകുനിക്കൊണ്ടി വരില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത് ആവർത്തിക്കുന്നു. ഈ ചുരുങ്ങിയ ദിവസം കണ്ട 11 ദിവസവും നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ചുരുങ്ങിയ ദിവസം നിങ്ങൾ എടുക്കുന്ന പണിക്ക്, 2 ദിവസം നിങ്ങൾ എടുക്കുന്ന പണിക്ക് വരാനിരിക്കുന്ന 5 വർഷക്കാലം ഈ കോട്ടക്കലിന്റെ ജനങ്ങൾക്ക് കാവലായി ഞാനുണ്ടാകുമെന്ന് നിങ്ങൾക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, 9-ാം തീയതി പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്ത് നല്ല ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കുക. നന്ദി. UDF അട്ടിമറി വിജയത്തോടുകൂടി തിരിച്ചു വരും. നല്ല ഭരണം നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. നമ്മുടെ ഭയങ്കരനായിട്ടുള്ള അവസ്ഥയുടെ 3-ാം തവണയും വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കുക. ജയ് മുസ്ലിം. പ്രിയമുള്ളവരെ, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മത്സരിക്കാൻ വേണ്ടി മാത്രം രംഗത്ത് വന്നയാളല്ല പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളെ എന്ന് ഈ നാട്ടിലെ ഞങ്ങൾക്കറിയാം. കഴിഞ്ഞ 10 വർഷക്കാലമായി കോട്ടക്കലിന്റെ ആഭാരവൃദ്ധൻ ജനങ്ങളുടെ മനസ്സ് കവർന്നെടുത്ത, മനസ്സ് കീഴടക്കിയ ജനനായകനാണ് ആബിദ് ഹുസൈൻ തങ്ങൾ എന്ന് ഈ നാട്ടിലെല്ലാവർക്കും അറിയാം. മാത്രമല്ല, പിണറായി വിജയന്റെ ഈ ഭരണം അവസാനിപ്പിക്കണമെന്ന് കണ്ണിലെണ്ണ ഒഴിച്ചു കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് വോട്ടർമാർ തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തുകൊണ്ട് മെയ് 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ പിണറായി വിജയന്റെ ഭരണം അറബിക്കടലിൽ മുങ്ങിത്താഴുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവസാനത്തെ കേരളത്തിൽ ആദ്യത്തെ മുഖ്യമന്ത്രി EMS ആണെങ്കിൽ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇവിടെ UDF-ന് വേണ്ടി തങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നാളെയും മറ്റന്നാളും ഓണം ഉറപ്പുപേക്ഷിച്ചുകൊണ്ട് മുഴുവൻ വോട്ടർമാരെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 1-2 1,50,000 വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അദ്ദേഹത്തെ വിജയിപ്പിച്ച് തലയെടുപ്പോടുകൂടി തിരുവനന്തപുരത്തേക്ക് ആനയിക്കണമെന്ന് നിങ്ങളുടെ UDF-ന്റെ നിയോജകമണ്ഡലം ചെയർമാനിലേക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ എത്തുന്നു. ജയ് UDF. ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രൊഫസർ JK ആബിദ് ഹുസൈൻ തങ്ങളോട് കഴിഞ്ഞ 10 കൊല്ലക്കാലം നമ്മൾ കോട്ടക്കൽ നിയോജകമണ്ഡലത്തിൽ പ്രതിനിധീകരിച്ച് കേരള നിയമസഭയിൽ പ്രവർത്തിച്ച മാനവീയ 10 കൊല്ലം